ഹായ് ഓൾ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് സൺഡേ ഉണ്ടാക്കിയതാണ്, വീഡിയോ ഇന്നാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിത് ആട്ടപ്പൊടിയൊക്കെ ഇട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ആട്ടപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുത്ത ശേഷം അതെടുക്കാൻ പറ്റിയില്ല. കുറച്ച് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ചു. അന്നേരത്തേക്ക് കറി വെക്കാൻ നേരമാകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അതിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട്, അതായത് വീട്ടിലങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് അതിനുള്ള ഇഞ്ചി സവോള പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പാത്രം ഇതാണ് കേട്ടോ. ഉരുളിക്കകത്താണ് നമ്മൾ വെക്കുന്നത്. നമ്മളിതിൽ ചിക്കൻ കറി വെക്കുന്നില്ല, കുക്കറിലും ഒന്നും വെക്കാറില്ല. നമ്മുടെ ആസ്ഥാന പാത്രം ഇതാണ്. അപ്പോൾ പുകയില്ലാത്തടുപ്പിലാണ് പാകം ചെയ്യുന്നത്. പുകയില്ലാത്തടുപ്പെന്നാണ് പേരെങ്കിലും ഇതിൽ പാകം ചെയ്യാൻ തുടങ്ങും വീട് മൊത്തം പുകയാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് സവോളയും അതുപോലെ പച്ചമുളകും ഒക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ആ ചേരുവകളൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് നല്ലോണക്കിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി, അപ്പം അതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച അതേ മിശ്രിതം തന്നെ അല്ലാതെ നമ്മൾ ചേർക്കുകയാണ്. മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ്, മസാല കൂടുതലായിട്ട് ആഡ് ചെയ്യാറുണ്ട്. എല്ലാം ഒന്ന് ചേർത്തു അതൊന്ന് നല്ലപോലെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട്, ആ മിശ്രിതം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വഴട്ടുക എന്ന് പറയുമല്ലോ. ഇവിടെയൊക്കെ വഴട്ടുക എന്നാണ് പറയുന്നത്, അവിടെ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം അമ്മയാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പം അമ്മ വീഡിയോ എടുക്കുമ്പോൾ അമ്മയുടെ കൈയാണ് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് അതെല്ലാം ഒന്ന് വരട്ടിയ ശേഷം നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മളതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഓൾറെഡി അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് ഇറങ്ങിക്കോളും അതിൽ, അത് അധികം വെള്ളം അതിൽ ചേർത്തിട്ടില്ല. അതിനുശേഷം ലാസ്റ്റ് നല്ലപോലെ തിളച്ച ശേഷം കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഇതങ്ങ് വാങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചിക്കൻ കറി സാധാരണ വെക്കാറുള്ളത്. അപ്പം ഓരോ വീട്ടിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു.